ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ധന കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണം തുടരുന്നു. ഇറാൻ സൗത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡിലുണ്ടായ ആക്രമണത്തിന് പകരമായി ഇറാൻ ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ ഡ്രോൺ ആക്രമിച്ചു. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാൻ ആക്രമണം നിർത്തണമെന്ന് ഗൾഫ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ കൂട്ടായ്മ ആവശ്യപ്പെടുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ 20ാം ദിവസവും ഇറാൻ ലക്ഷ്യമിട്ടത് ഗൾഫ് മേഖലയിലെ പ്രധാന ഇന്ധന കേന്ദ്രങ്ങളെയാണ്. സൗത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡിലുണ്ടായ ആക്രമണത്തിന് പകരമായി ഇറാൻ ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സോൺ ആക്രമിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ LNG ഉൽപാദന കേന്ദ്രമാണിത്. പിന്നാലെ ഇറാൻ എംബസി ജീവനക്കാരോട് നാട്ടിലേക്ക് മടങ്ങാൻ ഖത്തർ ആവശ്യപ്പെട്ടു. അബുദാബിയിലെ ഹെബ്ഷൻ, ബാബ് എന്നീ ഇന്ധന കേന്ദ്രങ്ങളിലേക്ക് ആക്രമണ ശ്രമമുണ്ടായി. സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിലെ എണ്ണവാതക നിലയങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം പ്രതിരോധ മന്ത്രാലയം ചെറുത്തു. ഇറാൻ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഗൾഫ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. കുവൈറ്റിലും ബഹ്റൈനിലും ആക്രമണ ശ്രമമുണ്ടായി. അതേസമയം UAE-യിൽ നിന്ന് വിദേശ മൂലധന നിക്ഷേപം മാറ്റാൻ നിയന്ത്രണമില്ലെന്ന് സാമ്പത്തിക മന്ത്രാലയം വ്യക്തമാക്കി. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.